1587 115 പേരടങ്ങിയ ഒരു മുഴുവൻ ഗ്രാമം ഒരുമിച്ച് അപ്രത്യക്ഷമായി. എന്താണവിടെ സംഭവിച്ചത്? അമേരിക്കയിലെ റോണോക്ക് ദ്വീപിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ ഒരു ചെറിയ ഗ്രാമം പണിതു. ചെറിയ വീടുകൾ, കൃഷിസ്ഥലങ്ങൾ, കുട്ടികളുടെ ചിരി. എല്ലാവരും സന്തോഷത്തോടെ ശാന്തമായി ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഗ്രാമത്തലവൻ ജോൺ വൈറ്റ് കുറച്ച് സാധനസാമഗ്രികളും ഭക്ഷണവും കൊണ്ടുവരാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. കുറച്ച് മാസം കൊണ്ട് തിരിച്ചെത്താം എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. പക്ഷേ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലുള്ള യുദ്ധം കാരണം കപ്പലുകൾക്ക് വിലക്ക് വന്നു. ജോൺ വൈറ്റിന് തിരിച്ചുവരാൻ 3 വർഷം വേണ്ടി വന്നു. 1590 അദ്ദേഹം റോണോക്കിൽ തിരിച്ചെത്തിയപ്പോൾ ഗ്രാമം നിശബ്ദമായിരുന്നു. വീടുകളുടെ വാതിലുകൾ തുറന്നുകിടക്കുന്നു. പാത്രങ്ങളിൽ ഭക്ഷണം പോലും ബാക്കിയുണ്ട്. പോരാട്ടത്തിന്റെയോ രക്തത്തിന്റെയോ ഒരു അടയാളവും ഇല്ല. പക്ഷേ ഒരു മനുഷ്യനെയും കണ്ടില്ല. കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ആരെയും. ഒരേയൊരു സൂചന മാത്രം കിട്ടി. ഒരു മരക്കൊമ്പിൽ ആഴത്തിൽ കൊത്തിയ ഒരു വാക്ക്, ക്രോ ടൗൺ. അത് അടുത്തുള്ള ഒരു ദ്വീപിന്റെ പേരായിരുന്നു. അവിടെ ചെന്ന് തിരഞ്ഞു. ആരെയും കണ്ടില്ല. ഒരു ചെരുപ്പ് പോലും ബാക്കിയില്ല. 115 ജീവനുകൾ. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ, ഒരു കാൽച്ചുവട് പോലും ശേഷിപ്പിക്കാതെ. എവിടേക്കാണ് പോയത്? 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും റോണോക്ക് കോളനിയുടെ അപ്രത്യക്ഷത ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിഹരിക്കപ്പെടാത്ത രഹസ്യമായി തുടരുന്നു.